ഡിയേഴ്സ്, ഡിവൈൻ പ്രോഫിറ്റ് ടാറോ റീഡിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 2 പൈലായിട്ടാണ് ഇവിടെ നിങ്ങളുടെ റീഡിംഗ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇത് ഫയൽ നമ്പർ 1, ഇത് ഫയൽ നമ്പർ 2. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്കുള്ള കാർഡുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് റെസനേറ്റ് ചെയ്യുന്നത് നോക്കുക. ഫയൽ നമ്പർ 1 ആണോ 2 ആണോ എന്നുള്ളത് റെസനേറ്റ് ചെയ്യുന്നത് നോക്കുക. ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ ഏതാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ പൈൽ. ചിലപ്പോൾ 2ലും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തേക്കാം, എങ്കിൽ നിങ്ങൾക്ക് 2ലും കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഏതാണ് റെസനേറ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തിട്ട് റീഡിങ് കാണുക. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് 2 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, സ്റ്റാർ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസ് ആണ്. ഇവിടെ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള, വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു ലവ് റിലേഷനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ പരസ്പരം വളരെയധികം ഇഷ്ടത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും മുന്നോട്ടേക്ക് പോയിക്കണ്ട് പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു, പരസ്പരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു. അതുപോലെ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നിങ്ങൾ തമ്മിലുള്ള നിമിഷങ്ങളായാലും നിങ്ങൾ പങ്കിട്ടിട്ടുള്ള ഓർമ്മകളായാലും എല്ലാം വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, വളരെയധികം അഭിമാനത്തോടെ, അതായത് എനിക്ക് കറക്റ്റ് പാർട്ട്ണറെയാണ് കിട്ടിയത് എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഇന്നർ കോൺഫ്ലിക്ട്സ് കൊണ്ട് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഈഗോ മൂലവും ബ്രേക്കായി പോയിട്ടുള്ള, ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ കാരണം നിങ്ങളുടെ ഇന്നർ കോൺഫ്ലിക്ട്സ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമുള്ള ഈഗോ ക്ലാഷസും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വളരെയധികം ദുഃഖിച്ച് വിഷമിച്ച് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളിലേക്ക് പുതിയ ഓഫറുകളും പുതിയ വ്യക്തികളും പുതിയ ബന്ധങ്ങളും ഒക്കെ വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഈ മുമ്പുണ്ടായിട്ടുള്ള അനുഭവം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള വേദന കൊണ്ട്, അല്ലെങ്കിൽ അതിനെ തന്നെ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഒന്നിനെയും നിങ്ങളിപ്പോൾ കാണുന്നില്ല എന്നതാണ്. ഓക്കെ, ഇവിടെ 3 കപ്പുകൾ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ 2 കപ്പുകൾ ഇവിടെയുണ്ട്. പക്ഷെ നിങ്ങൾ വിഷമത്തോടുകൂടി വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കറുത്ത ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ച് തലയും കുമ്പിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നം കൊണ്ട് നിങ്ങളുടെ ഈഗോ ആയിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ കോൺഫ്ലിക്ട്സും കൊണ്ട് നിങ്ങളുടെ ചുറ്റിലും എന്താണ് നടക്കുന്നതെന്ന് പോലും നിങ്ങൾക്കറിയുന്നില്ല. ഇവിടെ 2 കപ്പുകളുണ്ട്. അത് നിങ്ങൾക്ക് ദൈവം കൊണ്ടുതരുന്നതാണ്, യൂണിവേഴ്സ് കൊണ്ടുതരുന്നതാണ്. അതൊന്നും നിങ്ങൾ നോക്കുന്നത് തന്നെയില്ല. കാരണം മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിലേക്ക് ഒരു ഹീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റാർ കാർഡ് ഉണ്ട്. അപ്പോൾ ഇത് ഡിവൈനായിട്ട് നിങ്ങളുടെ അൺകണ്ടീഷണൽ ലവ് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും, സ്നേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം എന്താണെന്നും, യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കപ്പെടേണ്ടതെന്നും, നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള പേഴ്സൺ ആണോ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുമാണ് യൂണിവേഴ്സ് ഇങ്ങനെയൊരു പരീക്ഷണം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഏതൊരു വ്യക്തിയും അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യുക, വേണ്ടാത്തതിനെ ലെറ്റ് ഗോ ചെയ്യുക, ഫോർഗീവ് ചെയ്ത് ഫോർഗെറ്റ് ചെയ്ത് അതിനെ ലെറ്റ് ഗോ ചെയ്യുക. അപ്പോഴാണ് നിങ്ങളിലേക്ക് ഹീലിംഗ് വരുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് ഇനി ഒരു ഹീലിംഗ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തി മൂലമാണോ നിങ്ങൾക്ക് വിഷമം ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഏതൊരു വ്യക്തിക്കാണോ വിഷമം ഉണ്ടായിട്ടുള്ളത്, ആ ഒരു വ്യക്തിയോട് ഫോർഗീവ് ചെയ്യുക. അവരോട് ഫോർഗീവ് ചെയ്തതിന് ശേഷം ഫോർഗെറ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. അതിനുശേഷം നിങ്ങളിലേക്കൊരു ഹീലിംഗ് വരുന്നു. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വ്യക്തി വരുന്നു എന്നാണ്. അതിനെ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ ആ ഒരു ഹീലിംഗ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്, ഒരു പുതിയ പ്രതീക്ഷയും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷനാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആ ഒരു പാർട്ട്ണർ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും, നിങ്ങൾക്ക് വരേണ്ടതാണെങ്കിൽ. അല്ല എങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന പെർഫെക്റ്റ് പാർട്ട്ണറാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കാരണം ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം ഡെക്കിൽ വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീവ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ കോൺഫ്ലിക്ട്സും ഒക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോയി ഹീൽഡ് ആകുമ്പോൾ നിങ്ങളിലേക്ക് ഡിവൈൻ തന്നെ ഒരു നല്ലൊരു ബന്ധത്തിനെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് പൈൽ നമ്പർ 1-നുള്ള റീഡിംഗ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൈൽ നമ്പർ 2-ൻ്റെ റീഡിംഗ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ 4 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് സോർഡ്സ്, വേൾഡ് കാർഡ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. ഓക്കെ, ഇവിടെ വളരെയധികം അതായത് എങ്ങനെയാണോ നിങ്ങൾ ഒരു ബന്ധത്തെ കാണുന്നത് ആ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബന്ധമായിരുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ വളരെയധികം കൺട്രോളിങ് ആയിരുന്നു. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ള ആ ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്തു. ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ഫ്ലോ ചെയ്യാൻ വിട്ടില്ല. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് വെച്ചിട്ട് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിട്ടുള്ള കുറേ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു പാർട്ട്ണർ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം നിങ്ങൾ കൂടുതൽ എക്സ്പ്രസീവുമായിരുന്നില്ല. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറില്ലായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ബന്ധം അവിടെ അതിൻ്റെ ഒരു ഫ്ലോ അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. ഓക്കെ, ലോങ് ടേം ആയിട്ട് ആ ഒരു ബന്ധത്തിനെ ഫ്ലോ ചെയ്യാൻ നിങ്ങൾ വിട്ടില്ല. എവിടെയും ആലോചിക്കേണ്ട ഇതാണ്, എവിടെയും ഒരു ഫ്ലോ ഇല്ലെങ്കിൽ അവിടെ നമുക്കറിയാം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് എപ്പോഴും അഴുക്ക് വരിക. ഓക്കെ, വെള്ളം ഒഴുകുന്നത് പോലെ തന്നെ റിലേഷൻഷിപ്പിലായാലും ആ ഒരു ഒഴുക്ക്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവും അതുപോലെ തന്നെ ആ ഒരു ഒഴുക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആരെയും കെട്ടിയിട്ടുകൊണ്ട് അവരുടെ യഥാർത്ഥ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. തിരിച്ച് അവർ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അവരെയും അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ സ്നേഹിച്ചാൽ മാത്രമേ തിരിച്ച് ഇങ്ങോട്ടേക്കും അതുപോലെയുള്ള സ്നേഹം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ നിങ്ങളതിനെ ഒരു ലിമിറ്റേഷൻ വെക്കാതെ ഇരിക്കുക. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻഡ് ലവ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്കുള്ളിലുള്ള സ്നേഹം നിങ്ങൾ വെക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഈ ബന്ധം വിട്ടുപോയതും അതുപോലെ തന്നെ ആ ഒരു ബ്രേക്കേജ് അവിടെ വന്നതും നിങ്ങൾക്ക് അതിലേക്ക് ഇപ്പോഴും കണ്ണും നട്ട് നോക്കിയിരിക്കേണ്ടി വന്നതും. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വളരെ നല്ല രീതിയിലാണ് ഈ ബന്ധത്തെ കണ്ടത്, പക്ഷേ എന്നെ വിട്ടു പോയി. കാരണം ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതുകൊണ്ടാണ്, ആ ഒരു ഫ്ലോ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു ബന്ധം ബ്രേക്കായി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകളും ഈ ഒരു ബന്ധത്തിന് പ്രശ്നമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു കെട്ടിയിടപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്. കാരണം നിങ്ങൾക്ക് ഫുൾ ബ്ലോക്കായിട്ടാണുള്ളത്. കാരണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾ സ്വയം കെട്ടിയിട്ടാണുള്ളത്. എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ കൈയും നിങ്ങളുടെ കണ്ണും നിങ്ങൾ കെട്ടിയിട്ട് വളരെയധികം വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നിങ്ങൾ കാണാൻ തയ്യാറല്ല. കാരണം നിങ്ങളെ കെട്ടിയിട്ട് തന്നെയാണുള്ളത്. നെഗറ്റീവ് തോട്ട്സാണ്. അതുപോലെ തന്നെ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സിനെ നിങ്ങൾ മനസ്സിലാക്കി
അൺകണ്ടീഷണൽ ലവ് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഫുൾഫിൽമെൻ്റ് ആണ് വരുന്നത്. കാരണം വേൾഡ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയൊരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു ബന്ധം നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ബന്ധമായാലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ആ ഒരു ലിമിറ്റേഷൻസ് ഒഴിവാക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റും അതുപോലെ തന്നെ വേൾഡ്, ഒരു ലോകം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു. പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ്. ഓക്കെ, നിങ്ങൾ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക. ഒരിക്കലും നിങ്ങളുടെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീവ്സ് കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ കീഴടക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എല്ലാ രീതിയിലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്നേഹമാകുന്ന സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് വന്നിട്ടുള്ള തിരിച്ചടിയും അതുകൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. നിങ്ങളെ സ്നേഹിക്കുക. എങ്കിലാണ് നിങ്ങൾക്ക് അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ള വ്യക്തികളെയും അതുപോലെ തന്നെ സ്നേഹിക്കാനും അവരുടെ വാല്യൂസ് ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഉൾക്കൊണ്ടോട് മുന്നോട്ടേക്ക് പോകും. തീർച്ചയായും നിങ്ങൾക്ക് അബണ്ടൻസും അതുപോലെ തന്നെ നിങ്ങളിലേക്കുള്ള കറക്റ്റായിട്ടുള്ള വ്യക്തികളെയാണ്, കറക്റ്റായിട്ടുള്ള പാർട്ട്ണറെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള വ്യക്തികൾ എൻ്റർ ചെയ്യുന്നത്. അതിന് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അതിനോടൊക്കെ ഫോർഗെറ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവറുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് കറക്റ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു വേണ്ട കാര്യം ഫോക്കസ്ഡ് ആയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ബന്ധം, ഏത് ബന്ധമാണ് നിങ്ങൾക്ക് വേണ്ടത്, അതിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മാത്രം മുന്നോട്ടേക്ക് പോവുക. അതുപോലെ ഒരിക്കലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാതിരിക്കുക. കണ്ണുകൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. നല്ലൊരു ലോകം തന്നെ, അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു പാർട്ട്ണറുമൊത്ത് നല്ലൊരു ഫുൾഫിൽമെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇതുവരെയുള്ള പ്രശ്നങ്ങൾ മാറ്റിവെക്കുക, പുതിയൊരു ലോകത്തിലേക്ക് കടക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പൈലിനുള്ള റീഡിംഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്